ഭയങ്കരമായിട്ട് ഒരു ദിവസം കരഞ്ഞു. ഞാൻ ഫുള്ള് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിച്ചൊരു ദിവസം അന്ന് രാത്രിയാണ്. എന്നൊക്കെ നമ്മുടെ മൈൻഡ്സ് ഡൗട്ട് അടിക്കുന്ന സമയത്ത് ആ മൊമെൻറ്റ് കറക്റ്റ് ആണ് സാർ വരും, അല്ലെങ്കിൽ LK സാർ, അങ്ങനെയാണ് വരുന്നത്. സാറ് വന്നിട്ട് ജസ്റ്റ് ഞങ്ങളോട് സംസാരിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തന്നു. അപ്പോൾ അതെന്തുകൊണ്ടും ഒരു വല്ലാത്ത മോട്ടിവേഷനാണ്, വിട്ടിട്ട് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളത്. ഹായ്, ഞാൻ ഹലീമ, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ സൈലത്തിലെ കോഴിക്കോട് ക്യാമ്പസിൽ ഹൈബ്രിഡ് ബാച്ചിലാണ് എൻ്റെ നീറ്റ് റിപ്പീറ്റ് കംപ്ലീറ്റ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ എൻ്റെ ഡ്രീം കോളേജായ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഇവിടെ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു. കുഞ്ഞിലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ പറയുമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏത് ഫീൽഡിലോട്ടായിരിക്കും നമുക്ക് പോകാൻ കുറച്ചുകൂടെ താല്പര്യം വരിക എന്നങ്ങനെയൊക്കെ. അങ്ങനെ പിന്നെ MBBS തന്നെ ആ ഒരു ഫീൽഡ് തന്നെ ഉറപ്പിച്ചത്. ഞാൻ ഫസ്റ്റ് ഹൈബ്രിഡിൽ ജോയിൻ ചെയ്ത് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് 1 to 2 days കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ 2 ദിവസത്തെ ടോപ്പിക്ക് മിസ്സായി. അപ്പോൾ എനിക്ക് പിന്നെ അത് സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല, എനിക്കിങ്ങനെ പെൻഡിങ് ആവുന്നു. എക്സാംസിനൊക്കെ മാർക്ക് നല്ല കുറവായിരുന്നു, അപ്പം നല്ല ടെൻഷനായിരുന്നു, കരച്ചിലായിരുന്നു. എല്ലാ ദിവസവും രാത്രി ഹോസ്റ്റലിൻ്റെ മുകളിൽ പോയിരുന്ന് കരച്ചിലായിരുന്നു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നിർത്തി തിരിച്ച് വരാം എന്ന് വിചാരിച്ചു, ഓൺലൈനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഒരു ദിവസം കരഞ്ഞു. ഞാൻ ഫുള്ള് പോയി, എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നൊക്കെ വിചാരിച്ചൊരു ദിവസം അന്ന് രാത്രിയാണ് സാർ ആദ്യമായിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ വരുന്നത്. സാറ് വന്നിട്ട് ജസ്റ്റ് ഞങ്ങളോട് സംസാരിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊരു വോയിസ് കേൾപ്പിച്ചു തന്നു. ഞങ്ങൾക്ക് അന്ന് ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് 2000 കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ഉള്ളൂ ഫസ്റ്റ് ബാച്ചിൽ. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ സാറിനോട് ഇങ്ങനെ കരഞ്ഞ് ചോദിക്കുകയാണ്, എനിക്കൊരു സീറ്റ് എങ്ങനെയെങ്കിലും തരുമോ, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ച് വാങ്ങിച്ചോളാം, ഒരു സീറ്റ് എങ്ങനെയെങ്കിലും എനിക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞൊരു വോയിസ് കേൾപ്പിച്ചു തന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനവിടെ സ്കോളർഷിപ്പോടുകൂടിയാണ് പഠിക്കുന്നത്, ഫ്രീ ആയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി ആ കുട്ടിക്ക് കയറാൻ പറ്റും, പക്ഷേ എനിക്കിനി ഒരു ചാൻസ് കിട്ടത്തില്ല. അപ്പോൾ അന്ന് ആ സാറ് വന്ന ആ ഒരു വോയിസ് കേൾപ്പിച്ചതുകൊണ്ട് മാത്രമാണ് 9 മാസം അവിടെ കോഴ്സ് ഫുൾ കംപ്ലീറ്റ് ചെയ്ത് എക്സാം എനിക്ക് എഴുതാൻ പറ്റിയത്. ഇത് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ മനസ്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് പറയുമ്പോഴൊക്കെ അപ്പോഴൊക്കെ അയ്യോ ഡൗട്ട് കിട്ടുമോ ഇല്ലയെന്നൊക്കെ നമുക്ക് മൈൻഡ്സ് ഡൗട്ട് അടിക്കുന്ന സമയത്ത് ആ മൊമെൻറ്റ് കറക്റ്റ് സാർ വരും, അല്ലെങ്കിൽ LK സാർ, അങ്ങനെ ആരെങ്കിലും വരും നമ്മളെ കാണാൻ ഹോസ്റ്റലിൽ. അപ്പോൾ ഇങ്ങനെ ഞാൻ പലപ്പോഴും ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, സാറ് വന്ന ടൈമിൽ കറക്റ്റ് ടൈമിംഗ് ആണ്. നമുക്ക് ആ ഒരു ഡൗട്ട് ഉള്ളിൽ ജനിക്കുമ്പോഴേ സാറ് വരും, ഒന്നുകിൽ ക്ലാസ്സിലായിരിക്കും, ഹോസ്റ്റലിലായിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടും ഒരു വല്ലാത്ത മോട്ടിവേഷനാണ്, വിട്ടിട്ട് പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം എന്നുള്ളത്. എക്സാം അവസാനം 2 മാസമൊക്കെ ആവാറായപ്പോൾ, എക്സാമിന് 2 മാസം ആവാറായപ്പോൾ മേ ബി സ്ട്രെസ്സും ഉണ്ടായിരിക്കും, നല്ല ഫിസിക്കലി ഭയങ്കരമായിട്ട് വീക്കായിരുന്നു. പക്ഷേ ആ ഒരു മൊമെൻറ്റിൽ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തത് ഫാക്കൽറ്റീസും, പിന്നെ എസ്പെഷ്യലി എൻ്റെ ഹോസ്റ്റലിലെ വാർഡൻ സൗമ്യ മിസ്സ്, പിന്നെ എൻ്റെ മെൻറ്റർ സോഫി മിസ്സ്, പൂജ മിസ്സ്, അവരൊക്കെയാണ്. അപ്പോൾ പാതിരാത്രി ആയപ്പോഴും 12 മണി 2 മണിക്കായപ്പോഴും നമുക്ക് സങ്കടമൊക്കെ വരും. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ വിളിച്ച് പറയുമ്പോൾ അവർക്കും വിഷമമാവും. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അത്രയും കെയറും പാമ്പറിങ് ഒക്കെ തന്നവരാ. എപ്പം നമ്മൾ മുട്ടി വിളിച്ചാലും വരികയും ഞങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ഞങ്ങൾക്ക് അത്രയും സപ്പോർട്ടൊക്കെ തന്ന് അവസാന 2 മാസം ഞാൻ അവിടെ അത്രയും സേഫായിട്ട് അല്ലെങ്കിൽ ടെൻഷനൊന്നും ഇല്ലാണ്ടിരിക്കാൻ കാരണം അവരാ. ലാസ്റ്റ് എക്സാമിന് പോയ സമയത്തും നമുക്ക് ബയോളജി കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സ് വല്ലാത്ത ഫ്രീസ് ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത് മേ ബി അന്ന് ആ സമയത്ത് അവർ തന്ന കോൺഫിഡൻസ് ഒക്കെ ഉണ്ടായിരിക്കും. പ്രിപ്പറേഷനായിട്ട് ഫസ്റ്റ് ചെയ്യണം അന്നുള്ള ടോപ്പിക്ക് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഡെയിലി എക്സാംസ് ഉണ്ടായിരുന്നു, DPP DTS സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ സെപ്പറേറ്റ് മാർക്ക് ചെയ്ത് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 1-2 മാസമായപ്പോൾ റിവൈസ് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ ആദ്യമേ ഞങ്ങൾ സ്വയം കോൺസെപ്റ്റ്സ് ഒക്കെ ഇങ്ങനെ മൈൻഡ് മാപ്പ് പോലെ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം സാർ മൈൻഡ് മാപ്പ് തന്നപ്പോഴും അതുകൊണ്ട് തന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് തോന്നി. സൈലം ചൂസ് ചെയ്യാനുള്ള മെയിൻ കാരണം ഹൈബ്രിഡ് എന്ന കോൺസെപ്റ്റ് തന്നെയാണ്. കാരണം കുറച്ച് നാൾ ഞാൻ ഓൺലൈനായിട്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചായിരുന്നു. അപ്പോൾ അവിടുത്തെ ക്ലാസ്സുകളും അല്ലെങ്കിൽ നമുക്ക് ആദ്യം വെച്ച് പഠിക്കുന്ന ഫോളോ പാറ്റേൺസ് ഒക്കെ നോക്കുമ്പോൾ ഒരു ദിവസം മാത്രം നമുക്കൊരു ടോപ്പിക്ക് വെച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടത്തുള്ളൂ. പക്ഷേ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്ക് 2 ദിവസം കൂടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് നമ്മുടെ ഒരു എഫർട്ട് എടുത്ത ഒരു ദിവസം
ടീച്ചേഴ്സിൻ്റെയും ബാക്കി ഫ്രണ്ട്സിൻ്റെയും സപ്പോർട്ടോടെ മറ്റൊരു ദിവസം, അങ്ങനെ 2 ദിവസം കൊണ്ട് നമ്മൾ ടോപ്പിക്ക് ക്ലിയർ ആയിട്ട് പഠിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയാൽ അത് നമുക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ വീഡിയോസിൽ നിന്ന് നമുക്ക് മിസ്സായ പോകാത്ത വീഡിയോസിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം മെയിനായിട്ട് ഞാൻ Xylem ചൂസ് ചെയ്യാനുള്ള കാരണം ഹൈബ്രിഡ് എന്ന കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, Xylemത്തിൻ്റെ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, എന്ത് വിശ്വസിച്ചാണ് അങ്ങോട്ട് പോകുന്നതെന്നൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഞാൻ അന്ന് തീരുമാനം കറക്റ്റാണെന്ന്. ഒരുപാട് പേർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഫസ്റ്റ് തവണ ആണെങ്കിൽ കൂടിയും ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും എനിക്ക് എൻ്റെ ഒരു ഡ്രീം കോളേജിൽ തന്നെ എത്തിക്കാനും Xylemത്തിന് സാധിച്ചു. എൻ്റെ പാരൻസ്, എനിക്ക് മെയിൻ എസ്പെഷ്യലി പറയാനുള്ള എൻ്റെ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ്. കാരണം ചുറ്റുമുള്ള ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു വിടണ്ട, അങ്ങോട്ട് വിടണ്ട, വേറെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും എൻ്റെ ഒരു ചോയ്സിന് അവരൊരു വില തരികയും എന്നെ Xylemത്തിലേക്ക് വിടുകയും ചെയ്തു. സോ അതിന് മെയിൻ കാരണം ഹൈബ്രിഡ് എന്ന കോൺസെപ്റ്റ് ഞങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കിയ ഒരു മേജർ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്. ഇപ്പോൾ Xylem Experience 3.0 എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ May 7th നമ്മുടെ ഈ ബാച്ചിലെ കുട്ടികളെ നീറ്റ് എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കായിട്ടുള്ള സിലബസിലെ 97 ചാപ്റ്റേഴ്സ് 16 മൊഡ്യൂൾസ് ആക്കി സെപ്പറേറ്റ് ചാപ്റ്റർ വൈസ് റിവിഷൻ, എക്സാംസ്, പിന്നെ ലൈവ് സെക്ഷൻസ്, മൈൻഡ് മാപ്പ്, അങ്ങനെ ഒത്തിരി ഫീച്ചേഴ്സോട് കൂടി ആണ് ഈ പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഈ ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യണം.